Hi all, good afternoon. Welcome to Teachers Academy Live. My name is Vasha. I'm one among the tutors of Teachers Academy IL session, Tiruvalla. So we'll continue with the last class. The same topic, we'll deal with future tense. We were learning tenses. In the last class, we learned past tense, right? So in this class, we'll learn future tense. What is the usage, the syntax, and also we'll look into the use of tense using some examples. First of all, നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൽ ആൻഡ് ഗോ ഈ രണ്ട് വേർബ്സിനെയും യൂസ് ചെയ്തിട്ടാണ്, ഈ രണ്ട് വേർബ്സ് ഉപയോഗിച്ചാണ് നമ്മൾ വേരിയസ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ഫ്യൂച്ചർ ടെൻസിൽ എങ്ങനെ വേരിയസ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിക്കാൻ പോകുന്നത്. സോ ടെൽ ആൻഡ് ഗോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ എന്ത് ചെയ്തിരുന്നു? ടെൽ ആൻഡ് ഗോയുടെ വേരിയസ് ഫോംസ് കണ്ടിരുന്നു. B1 form of tell is tell itself and go is go itself. That is a base form. ഒന്നും ചേരാത്ത റോ ആയിട്ടുള്ള ഫോമിനെയാണ് നമ്മൾ B1 അല്ലെങ്കിൽ ബേസ് ഫോം എന്ന് പറയുന്നത്. B2 form is the past form, and past form of tell is told, and past form of go is went. And V3 form is the past participle form that we use with have or ഹാസിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന പെർഫെക്റ്റ് സെൻറ്റൻസസ് മേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെൻസ് ഒരു സ്ട്രക്ചറാണ് V3. V3 is past participle. ടെല്ലിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ടോൾഡ്. ഗോ എന്നുള്ള വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഗോൺ. ആൻഡ് V4 is V4 ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിംഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ഫോമാണ് V4 ഫോം. ആൻഡ് ടെൽ എന്നുള്ള വേർബിൻ്റെ V4 ഫോം ടെൽസ് ആണ്. അതുപോലെ തന്നെ ഗോ എന്നുള്ള വേർബിൻ്റെ V4 ഫോം ഗോസ് ആണ്. സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ടെൽ എന്നുള്ള വേർബ് ചേരുമ്പോൾ അത് ടെൽസ് ആയിട്ട് മാറും. ആൻഡ് V5 ഫോം ഇസ് ING ചേർത്ത് പറയുന്നതിനാണ് നമ്മൾ V5 ഫോം. ദാറ്റ് ഇസ് ടെല്ലിങ് ആൻഡ് ഗോയിങ്. സോ കഴിഞ്ഞ ക്ലാസ്സിലും നമ്മളിത് കണ്ടിരുന്നു. സോ വിത്തൗട്ട് മച്ച് ഡിലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ സിൻടാക്സ് എന്താണ്? ദാറ്റ് ഇസ് സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെ വേണം. സിമ്പിൾ ഫ്യൂച്ചറിലൊരു സെൻറ്റൻസ് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയായിരിക്കണം അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ? എന്തിനു വേണ്ടിയിട്ടാണ് സിമ്പിൾ ഫ്യൂച്ചർ യൂസ് ചെയ്യുന്നത്? ടു ഗീവ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഫ്യൂച്ചർ, ടു എക്സ്പ്രസ് എൻ ഇൻഫർമേഷൻ അബൌട്ട് ദി ഫ്യൂച്ചർ. ഇൻഫർമേഷൻ എന്തിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനാണ്? ഫ്യൂച്ചറിലെ ഇൻഫർമേഷനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. സോ വാട്ട് ഈസ് എ സിൻടാക്സ്? സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. സോ ദിസ് ഷുഡ് ബി ദ സെൻറ്റൻസ് സ്ട്രക്ചർ. ഇങ്ങനെയായിരിക്കണം നമ്മുടെ സെൻറ്റൻസ് സ്ട്രക്ചർ വരേണ്ടത്. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലും പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ സെയിം സ്ട്രക്ചർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. റെസ്പെക്റ്റീവ് ഓഫ് ദ നമ്പർ ഓഫ് സബ്ജക്റ്റ് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? വിൽ പ്ലസ് V1 ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ വിൽ ലുക്ക് ഇൻ ടു ദ എക്സാമ്പിൾ. ദ ഗ്രാൻഡ് മദർ, നമ്മൾ ടെല്ലും അതുപോലെ തന്നെ ഗോയും ഈ രണ്ട് ഫോംസാണ്, ഈ രണ്ട് വേർബുകളുടെ ഫോമുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സാമ്പിൾസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഹിയർ വി ഹാവ് എൻ എക്സാമ്പിൾ. ദ ഗ്രാൻഡ് മദർ, ഷീ ഓർ ഹി ഓർ ഇറ്റ് ഓർ ദേ ഓർ ഐ ഓർ വി ഓർ യു വിൽ ടെൽ ദ സ്റ്റോറി. ഇനി ഏതൊരു സബ്ജക്റ്റ് ആയാലും റെസ്പെക്റ്റീവ് ഓഫ് നമ്പർ ആൻഡ് റെസ്പെക്റ്റീവ് ഓഫ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും, റെസ്പെക്റ്റീവ് ഓഫ് നമ്പർ മീൻസ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും സെയിം സ്ട്രക്ചർ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. Will plus base form of the verb. I'm sorry.
ഇനി he or she or it or I or we or you or they will go to her or his or their or your or our grandmother's house. ഇപ്പം she will go to her grandmother's house. He will go to his grandmother's house. അല്ലെങ്കിൽ I will go to my grandmother's house, or we will go to our grandmother's house, or you will go to your grandmother's house. So same verb തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സെയിം വേർബിൻ്റെ ആ ഒരു വേർബ് ഫ്രേസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വില്ലും അതുപോലെ തന്നെ V1 ഫോം ഓഫ് ദി വേർബ്. ഏത് വേർബാണോ ഉപയോഗിക്കേണ്ടത് അതിൻ്റെ V1 ഫോം. സോ വൺസ് അഗെയിൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. സിൻടാക്സ്, സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. സബ്ജക്റ്റ്, അതിനുശേഷം വിൽ. ഫ്യൂച്ചറിൽ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അവിടെ വില്ലുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഗോയിങ് ടു എന്നുള്ള വേർബ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ പിന്നീട് ഒരു ക്ലാസ്സിൽ പറയാം. സബ്ജക്റ്റിന് സിമ്പിൾ ഫ്യൂച്ചറിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, സിമ്പിൾ ഫ്യൂച്ചറിൽ ഒരു കാര്യം നമുക്ക് പറയണമെന്നാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അവിടെ വില്ല് യൂസ് ചെയ്തിരിക്കണം. വില്ലിൻ്റെ കൂടെ V1 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. വില്ല് വന്നു കഴിഞ്ഞാൽ, വില്ലും അതുപോലെ മറ്റ് മോഡൽ വേർബ്സും വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മറ്റ് ഫോംസ് ഓഫ് വേർബ് യൂസ് ചെയ്യരുത്. ഉപയോഗിക്കേണ്ടത് ഏതാ? V1 ഫോം ഓഫ് ദ വേർബാണ്. ഓക്കെ, സോ സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. സോ ദിസ് ഇസ് ദി sentence structure of simple future sentence. A sentence that presents a simple future thing. A future thing. Okay, so we'll move to the next slide. അടുത്ത ടെൻസ് അല്ലെങ്കിൽ ആസ്പെക്ട് ഓഫ് ടെൻസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. നമ്മൾ മറ്റെല്ലാ ടെൻസിലും കണ്ടിരുന്നു. എല്ലാ ടെൻസിനും ഉണ്ട്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉണ്ട്, പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉണ്ട്. ഫ്യൂച്ചറിൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നടക്കാൻ പോകുന്ന ആക്ഷനെ പറ്റിയും പറയണമല്ലോ. So you have to use future continuous when you speak about a continuing situation at a particular future time. So ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു പെർട്ടിക്കുലർ ടൈമിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യം പറയണമെങ്കിൽ, ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു കാര്യം പറയണമെങ്കിൽ you can use future tense. So എങ്ങനെയായിരിക്കണം ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്? സോ എങ്ങനെയായിരിക്കണം ഒരു ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്? സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ സിൻടാക്സ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് വരേണ്ടത്? എല്ലാ ക്വസ്റ്റ്യൻസിലൊഴികെ എല്ലായിടത്തും സബ്ജക്റ്റാണ് ഫസ്റ്റ് അപ്പിയർ ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻസിലൊഴികെ എല്ലാ സെൻറ്റൻസിലും സബ്ജക്റ്റ് ആയിരിക്കും ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്നത്. ഇൻ ജനറൽ, ഓക്കെ, there are exceptions. Okay, subject. So subject, first of all subject varum. അതിനുശേഷം will plus be. Be means V1 form of helping verb. ഈ സാം ആറിൻ്റെ ഒക്കെ V1 ഫോം ആണ് be എന്ന് പറയുന്നത്. So will plus be plus verb plus ing plus main verb plus ing, അതായത് V5 form of the verb. Then object. സോ ഫ്യൂച്ചർ കണ്ടിന്യൂസിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ് വേണ്ടത്. കൺഫ്യൂസ്ഡ് ആകേണ്ട ആവശ്യമില്ല. എന്തിനു വേണ്ടിയാണ് നമ്മൾ ബി യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. വില്ലിന് ശേഷം എപ്പോഴും നമ്മൾ ഏത് ഫോം ഓഫ് വേർബ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ? ബേസ് ഫോം ഓഫ് വേർബ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. സോ വിൽ ഈസോ വിൽ ആറോ ഒന്നുമല്ല, വിൽ ബി. ഈ സാം ആറിൻ്റെ എല്ലാം ബേസ് ഫോമാണ് ഏത്? ബി എന്നുള്ള ഹെൽപ്പിംഗ് വേർബ്. സോ ദ സിൻടാക്സ് വിൽ ബി സബ്ജക്ട് പ്ലസ് will plus be plus verb plus ing. That is verb plus ing is the V5 form of that particular verb plus subject. So ഇങ്ങനെയായിരിക്കും ഒരു ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ സിൻടാക്സ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൻ്റെ സിൻടാക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കണ്ടിന്യൂയിങ് സിറ്റുവേഷൻ അറ്റ് എ പെർട്ടിക്കുലർ ഫ്യൂച്ചർ ടൈം. ഒരു പെർട്ടിക്കുലർ ഫ്യൂച്ചർ ടൈമിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു സിറ്റുവേഷനെ പറയാൻ നമ്മൾ ഏത് യൂസ് ചെയ്യും? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. ലെറ്റ്സ് ലുക്ക് ഇൻടു ദ എക്സാമ്പിൾസ് given in the slide. First example is, this time tomorrow I or we will or shall will be telling the story. Okay, this time tomorrow I or we will or shall. So with I and we you can use either will or shall. ഐയുടെയും വിയുടെയും കൂടെ ഏത് വില്ലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഷോളും യൂസ് ചെയ്യാം.
This time tomorrow, I will be telling the story. This time tomorrow, we will be telling the story. Or this time tomorrow, I shall be telling the story. Or this time tomorrow, we shall be telling the story. Okay, so shall, will or shall plus be plus tell is a verb, tell plus ing. V5 form of telling. ടെല്ലിൻ്റെ V5 ഫോം ആയിട്ടുള്ള ടെല്ലിംഗ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ verb. അതിനു മുൻപ് വില്ലും കൂടെ ബിയും യൂസ് ചെയ്തിരിക്കണം ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ. ദിസ് ടൈം ടുമോറോ, നാളെ ഈ നേരത്ത് നമ്മൾ എന്ത് ചെയ്യുമായിരിക്കും? സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ദാറ്റ് ഇസ് എ മീനിങ്. ദിസ് ടൈം ടുമോറോ വി വിൽ ഓർ ഷാൾ ബി ടെല്ലിംഗ് ദ സ്റ്റോറി. Or this time tomorrow I will or shall be telling the story. And there is another example. He or she or it or they or you. ഏതിൻ്റെ കൂടെയും will ആണ് യൂസ് ചെയ്യേണ്ടത്. he ആണെങ്കിലും she ആണെങ്കിലും it ആണെങ്കിലും they ആണെങ്കിലും you ആണെങ്കിലും you have to use will. Will be telling the story. He will be telling the story, or she will be telling the story, or it will be telling the story, or they will be telling the story. And ടെല്ലിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. ഇനി ഗോ. ഗോയുടെ ഏത് ഫോമാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്? ഗോയിങ് എന്നുള്ള ഫോമാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? സോ അതിന് മുൻപായിട്ട് ഷാൾ അല്ലെങ്കിൽ വിൽ യൂസ് ചെയ്യണം. ഏതിൻ്റെ കേസിലാണ് ഷോളിലൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഐ അല്ലെങ്കിൽ വി തുടങ്ങിയ സബ്ജക്ട്സിൻ്റെ കേസിൽ യു ക്യാൻ യൂസ് ഷോൾ ടു. So, I or we will or shall be going to my grandmother's house. Sorry. ചെറിയൊരു പവർ ബ്രേക്ക് വന്നു. I'm sorry for that. Okay. I or we or will I or we will or shall be going to my grandmother's or our grandmother's house. I will or shall, you can use either will or shall with I. And with we too, you can use either will or shall. Be going to. Okay, be going. Go എന്നുള്ള വേർബിൻ്റെ വേരിയസ് ഫോംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ ഏത് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്? ഗോയിങ് എന്നുള്ള ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. I will be going to my grandmother's house, or we will be going to my grandmother's house. ഇങ്ങനെയും എഴുതാം. I shall be going to my grandmother's house, or we shall be going to our grandmother's house. ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇനി he അല്ലെങ്കിൽ she അല്ലെങ്കിൽ it അല്ലെങ്കിൽ you അല്ലെങ്കിൽ they, ഇങ്ങനെയുള്ള ഇവരെ ഉപയോഗിച്ചെഴുതുമ്പോൾ, ഇവർ സബ്ജക്ട്സ് ആയി വരുമ്പോൾ എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? വില്ലാണ് യൂസ് ചെയ്യേണ്ടത്. വിൽ ബി ഗോയിങ് ടു ഹിസ് ഓർ ഹെർ ഓർ യുവർ ഓർ ദെയർ ഗ്രാൻഡ്മദേഴ്സ് ഹൗസ്. He will be going to his grandmother's house. She will be going to her grandmother's house. You will be going to your grandmother's house. They will be going to their grandmother's house, and it will be going to its grandmother's house. So, ഇങ്ങനെയാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഫോം ചെയ്യേണ്ടത്. സോ വാട്ട് ഈസ് എ സെൻറ്റൻസ് സ്ട്രക്ചർ? വേർബിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം? സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അല്ല, വേർബിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം? വിൽ പ്ലസ് ബി പ്ലസ് V5 form of the verb, that is verb plus ing അല്ലെങ്കിൽ present participle എന്ന് പറയും. Will plus be plus V5 form of the verb, or will plus be plus verb plus ing, or will plus be plus present participle. Okay, so this is the syntax of future continuous tense. Next is future perfect tense. So let's talk about future perfect tense. So what is future perfect tense? Perfect tense നമ്മൾ എല്ലാ ടെൻസസിലും ഉണ്ട്, ഈ ഒരു സെയിം ആസ്പെക്റ്റ് ഉണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്തായിരുന്നു? ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത കാര്യം പറയാൻ, ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. Okay, so past perfectum അതുപോലെ തന്നെ. Now we have future perfect. Future perfect എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഒരു ഫ്യൂച്ചർ ടൈമിൽ
കംപ്ലീറ്റ് ചെയ്യും എന്നുറപ്പുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് യൂസ് ചെയ്യാം. കംപ്ലീഷൻ ബൈ എ പർട്ടിക്കുലർ ഫ്യൂച്ചർ ടൈം. ഒരു ഫ്യൂച്ചർ ടൈമിൽ ഭാവിയിൽ ഈ ഒരു സമയത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യപ്പെടും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ഒരു ഫ്യൂച്ചർ പെർഫെക്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ. സോ എങ്ങനെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ സിൻടാക്സ് വരുന്നത്? സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. V3 ഫോമാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നത്. എല്ലാ പെർഫെക്റ്റ് ടെൻസിലും നമ്മൾ V3 ഫോമാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു വില്ലൂടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ ഫ്യൂച്ചർ ടെൻസിൽ എപ്പോഴും നമ്മൾ വില്ല് യൂസ് ചെയ്യും. പിന്നെ പെർഫെക്റ്റ് ടെൻസിൻ്റെ അതേ സെൻറ്റൻസ് സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ വരുന്നത്. സോ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു suggest or express about a particular event that will be completed by a specific time in future. Okay, so we'll move to the examples. We'll explain more about it with the example. Okay, the grandmother, she or he or it or I or we or you or they, എല്ലാ സബ്ജക്ട്സിൻ്റെ കൂടെയും നമ്മൾ ഏത് തന്നെയാണ് യൂസ് ചെയ്യുള്ളൂ, ഏത് വെർബ് ഫോമേ യൂസ് ചെയ്യുള്ളൂ? വിൽ ഹാവ് പ്ലസ് V3. അതായത് ടെല്ലിൻ്റെ V3 ഫോം ഏതാണ്? ടോൾഡ്. സോ വിൽ ഹാവ് ടോൾഡ്. സോ വെർബ് ഫ്രേസ് എങ്ങനെയാണ് വരുന്നത്? വിൽ ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് അത് വിൽ. ഹാവ് ടോൾഡ് പെർഫെക്റ്റിന് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ എന്താണ്? ഹാവ് ടോൾഡ് എന്നുള്ളതാണ് വെർബിൻ്റെ സ്ട്രക്ചർ. സോ ഹാവ് പ്ലസ് V3. Have told the story by tomorrow evening. The grandmother or she or he or it or I or we or you or they will have told the story by tomorrow evening. നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഗ്രാൻഡ്മദർ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഓർ നീ അല്ലെങ്കിൽ അവർ എന്ത് പറഞ്ഞ് തീർന്നിട്ടുണ്ടാവും? സ്റ്റോറി പറഞ്ഞ് തീർന്നിട്ടുണ്ടാകും നാളെ ഈവനിങ്ങിനുള്ളിൽ. സോ കംപ്ലീഷൻ ബൈ എ പെർട്ടിക്കുലർ ഫ്യൂച്ചർ ടൈം. സോ ഫ്യൂച്ചർ പെർഫെക്റ്റ് സെൻറ്റൻസ് സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് സെൻറ്റൻസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്: സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. ഇനി ഗോയുടെ കേസ് എടുക്കുകയാണെങ്കിലോ, വാട്ട് ഈസ് ദി V3 ഫോം ഓഫ് ഗോ? ഇറ്റ് ഇസ് ഗോൺ. സോ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം? സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ഗോൺ ടു ഹിസ് ഓർ ഹെർ ഓർ മൈ ഓർ അവർ ഓർ യുവർ ഗ്രാൻഡ്മദേഴ്സ് ഹൗസ് ബൈ ടുമോറോ. ഹി ഓർ ഷീ ഓർ ഇറ്റ് ഓർ ഐ ഓർ വി ഓർ യു ഓർ ദേ വിൽ ഹാവ് ഗോൺ ടു his or her or my or your or their grandmother's house by tomorrow. നാളെ ആകുമ്പോഴേക്കും എവിടെ എത്തിയിട്ടുണ്ടാവും? ഗ്രാൻഡ്മദറിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടാവും. അപ്പം ഒരു ഫ്യൂച്ചർ ടൈമാണ് നാളെ എന്ന് പറയുന്നത്. ടുമോറോ എന്ന് പറയുന്നത് ഒരു ഫ്യൂച്ചർ ടൈമാണ്. ഒരു ഫ്യൂച്ചർ ടൈമിൽ കംപ്ലീറ്റഡ് ആവാൻ പോകുന്ന ആക്ഷനെ സജസ്റ്റ് ചെയ്യാൻ എപ്പോഴും ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. അതിന് യൂസ് ചെയ്യേണ്ട സെൻറ്റൻസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്: സബ്ജക്റ്റിന് ശേഷം will have plus V3. will have told and also will have gone. ഈ രണ്ട് വേർബ്സിൻ്റെയും കേസ് എടുത്താൽ will have told and will have gone. Next we are moving to future perfect continuous. Future perfect continuous എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സാധാരണ കണ്ടിന്യൂസ് ഫോം യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ സമയത്ത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യത്തെ പറയാൻ വേണ്ടിയല്ലേ? സോ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്തായിരിക്കും? ഒരു ഫ്യൂച്ചർ ടൈം വരെ കണ്ടിന്യൂറ്റി ഉള്ളൊരു കാര്യത്തെപ്പറ്റി പറയാൻ, ആ സമയം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഭാവിയിൽ ഒരു സമയം വരെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ടെൻസ് യൂസ് ചെയ്യാം, ഏത് ആസ്പെക്റ്റ് യൂസ് ചെയ്യാം? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആസ്പെക്റ്റ് യൂസ് ചെയ്യാം. സോ ദി സിൻടാക്സ് ഈസ് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് verb plus ing. Verb plus ing is the B5 form plus subject. Okay, so
ഇങ്ങനെയാണ് സബ്ജക്റ്റ് യൂസ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് സെൻറ്റൻസ് സ്ട്രക്ചർ യൂസ് ചെയ്യേണ്ടത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് been plus verb plus ing, that is V5. Verb plus ing is V5 form. So if you want to suggest a statement or if you want to express something that has continuity up to a particular future time, you have to use future perfect continuous. Let's look into the examples. The grandmother will have been telling the same story for 5 years next month. The grandmother will have been telling the same story for 5 years next month. 5 വർഷമായിട്ട് അടുത്ത മാസമാകുമ്പോഴേക്കും ഗ്രാൻഡ് മദർ ഈ സ്റ്റോറി 5 വർഷമായിട്ട് ഈ സ്റ്റോറി തന്നെയാണ് ഗ്രാൻഡ് മദർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അടുത്ത മാസമാകുമ്പോഴേക്കും 5 വർഷമാവും ഗ്രാൻഡ് മദർ ഈ സ്റ്റോറി പറയാൻ തുടങ്ങിയിട്ട്. സോ ഹി ആണെങ്കിലും ഷീ ആണെങ്കിലും ഇറ്റ് ആണെങ്കിലും ഐ ആണെങ്കിലും വി ആണെങ്കിലും യു ആണെങ്കിലും ദേ ആണെങ്കിലും ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും സെയിം വെർബ് ഫ്രേസ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. വിൽ ഹാവ് ബീൻ ടെല്ലിങ്, വിൽ ഹാവ് ബീൻ ടെല്ലിങ്. എന്തുകൊണ്ടാണ്? ബേസ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. വില്ലിന് ശേഷം ബേസ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. So will have been telling. ടെൽ എന്നുള്ള വേർബ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ആ ഒരു വേർബ് ഫ്രേസ് ഫോം വരുന്നത്? വിൽ ഹാവ് ബീൻ ടെല്ലിങ്. ഇനി ഗോ എന്നുള്ള വേർബ് എടുത്തു കഴിഞ്ഞാലോ വിൽ ഹാവ് ബീൻ ഗോയിങ്, വിൽ ഹാവ് ബീൻ ഗോയിങ്. ഓക്കെ, സോ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് verb plus ing plus subject. So this is very important in IELTS. നമ്മൾ സെൻറ്റൻസ് സ്ട്രക്ചർ, ഫ്യൂച്ചർ സെൻറ്റൻസ് സ്ട്രക്ചർ എല്ലാം നമ്മൾ ഓരോ എസ്സേസിലും എല്ലാം യൂസ് ചെയ്യുന്നതാണ്. ആ സമയത്ത് ഒരു സെൻറ്റൻസ് പെർഫെക്റ്റ് ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ സെൻറ്റൻസ് സ്ട്രക്ചർ കറക്റ്റ് ആയിരിക്കണം, ഗ്രാമർ അതിൽ കറക്റ്റ് ആയിരിക്കണം, അല്ലേ? സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. യൂസിങ് perfect sentence structure അല്ലെങ്കിൽ correct sentences that have correct grammatical structure is important in IELTS. അതുകൊണ്ട് എന്തായാലും ഈ ഒരു കാര്യം നന്നായിട്ട് പഠിക്കേണ്ടതാണ്. Okay, thank you. So now we'll end this session here. Thank you so much. Wish you a very good and productive day. Thank you. Thank you so much.